ഇന്ന് ആമയുടെ സ്കൂളിൽ പ്രീ പ്രൈമറി ആർട്സ് ആണ് കേട്ടോ. ഞാനും സാവധാനം എത്താന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ടീച്ചറുടെ കോൾ വന്നു. നെക്സ്റ്റ് പ്രോഗ്രാം ആമയുടെയാണ്, പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആപ്പാൻ്റെ വണ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ അധികം ലേറ്റായില്ല കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ചെന്ന ഉടനെ തന്നെ ആമയ്ക്ക് ചെസ് നമ്പറൊക്കെ കൊടുത്തു. അവളുടെ പ്രസംഗമായിരുന്നു കേട്ടോ ആദ്യം. അപ്പോഴേക്കും എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വന്നിരുന്നു കേട്ടോ പ്രോഗ്രാം കാണാനായിട്ട്. കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തന്നെ അധികം ക്രൈറ്റീരിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു, രക്ഷിതാക്കളായിട്ടും കുട്ടികളായിട്ടും ഒക്കെ. അപ്പോൾ ഇത് ആമിയുടെ ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അവളോട് ചോദിക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ടോയെന്ന്. പക്ഷെ അവൾക്കൊരു കുഴപ്പമില്ല. പിന്നെ അവളുടെ ആംഗ്യപ്പാട്ടായിരുന്നു. ആംഗ്യപ്പാട്ട് ചെറുതായിട്ടൊന്ന് പാളി, ആംഗ്യം കാട്ടാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. പ്രസംഗത്തിന് ആമയ്ക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫാൻസി ഡ്രസ്സിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഇവർക്ക് മാത്രമാണ് ആ ഫാൻസി ഡ്രസ്സിന് മേക്കപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടൈം കുറച്ച് വേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഈ മുഖത്ത് ചെയ്ത് കൊടുക്കുന്നത് പൗഡറിൽ വെള്ളമാക്കിയിട്ടാണ്. മൈമിൻ്റെ ആ ഒരു മേക്കപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും ചെറുപ്പത്തിൽ എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. നമ്മളൊരു ചാർലിൻ ചാപ്ലിൻ ആക്കുകയാണ് കേട്ടോ. ഒരു ലോ ബഡ്ജറ്റ് ചാർലിൻ ചാപ്ലിനാണ്. ആദ്യം വെള്ളം കൂട്ടി മുഖത്തിടുമ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കോട്ടിലേക്ക് പാറി വീഴാൻ തുടങ്ങി. ഒരുമാതിരി മഞ്ഞത്ത് നടന്ന ചാർലിൻ ചാപ്ലിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. കാരണം അവളുടെ മൂഡ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. എന്തോ അന്ന് നല്ല മൂഡിലായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവളെ കാണുമ്പോൾ എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയ മുതൽ തന്നെ എല്ലാ കുട്ടികളും ചുറ്റിനും വന്നവർക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ അത് ഇവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ചാർലിൻ ചാപ്ലിൻ്റെ കോട്ട് ഞാൻ ആക്ച്വലി ബ്ലേസേഴ്സൊക്കെ നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര റേറ്റും ആയിരുന്നു. ആ ഒരു ചെറിയ ടൈമിന് വേണ്ടിയിട്ട് അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടെന്ന് കരുതിയോണ്ട് തന്നെ ഞാൻ ആ ബനിയൻ ക്ലോത്തിൻ്റെ സ്ട്രഗാണ് മേടിച്ചത്. അതും അവളുടെ അളവിനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ അളവിന് തന്നെ എടുത്തിട്ട് അത് വെട്ടി ചെറുതാക്കുകയാണ് കേട്ടോ ചെയ്തത്. പൗഡറിന് മേലെ ആയതുകൊണ്ട് മീശ വരയ്ക്കാൻ കാജലങ്ങ് തെളിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് മീശയൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ മീശൊക്കെ വരക്കുമ്പോൾ അവൾ ഇനി പ്രശ്നമാക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതിനുള്ള തൊപ്പിയും അതുപോലെ തന്നെ വടിയൊക്കെ മുന്നേ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. തൊപ്പിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. വടിയുടെ കളർ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. അവളെ വാപ്പ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. സെൽഫി ക്യാമറയിൽ കൂടെ അവൾ തന്നെ കണ്ടപ്പോൾ ഉള്ള ഈ ഒരു റിയാക്ഷൻ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് സമാധാനമായത്. അത് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എല്ലാം കൊഴിഞ്ഞ് പൗഡറൊക്കെ പോയി ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ആ ബ്രഷ് ഒന്ന് നനച്ചിട്ട് വീണ്ടും വരച്ചു കൊടുക്കുകയാണ്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ മത്സരത്തിന്. പട്ടാളക്കാരനായിട്ടും പോലീസായിട്ടും കർഷക സ്ത്രീ ആയിട്ടും അതുപോലെ തന്നെ ചപ്പുകാരിയായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന പരിപാടിയായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികൾ മത്സരിച്ചു. നമുക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഇത്രയും ചെറിയ പ്രായത്തിൽ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവൾക്ക് കോസ്റ്റ്യൂം അയക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പിടിച്ച് വെച്ച് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഗ്രൂപ്പ് സോങ്ങും കൂടെ ഉണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് പിന്നെ ശിശുദിനത്തിൻ്റെ അന്ന് നടത്താമെന്ന് വിചാരിച്ചു. ശിശുദിനത്തിൻ്റെ അന്നാണ് കേട്ടോ ഇനി ഇവർക്ക് സമ്മാനദാനവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഓൺ സ്റ്റേജിനേക്കാളും ഓഫ് സ്റ്റേജ് ഐറ്റംസ് ആണ് കേട്ടോ അടിപൊളിയാക്കിയത്. പിള്ളേരൊക്കെ ഏതാ വൈബ് എന്നറിയോ.
എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് അത്രയും എഫേർട്ട് ഇട്ട് ഇവരിതൊക്കെ പഠിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നുന്നത്. റിസൾട്ടിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. പക്ഷെ അന്ന് റിസൾട്ട് പറഞ്ഞിരുന്നില്ല കേട്ടോ. പിന്നീട് ഗ്രൂപ്പിൽ വരികയാണ് ചെയ്തത്. ഫാൻസി ഡ്രസ്സിന് ആമിക്ക് സെക്കൻഡ് ഉണ്ടായിരുന്നു കേട്ടോ.